ഒരു ജനതക്ക് തിരിയാത്ത ഭാഷയിൽ സംസാരിക്കുന്ന പ്രവാചകന്മാർ വന്നാൽ ഉത്ബോധനത്തിന് മുമ്പുള്ള ജീവിതവും ഉത്ബോധനത്തിന് ശേഷമുള്ള ജീവിതവും കേൾക്കുന്നവർക്ക് ഒരുപോലെയായിരിക്കും, ഒരു മാറ്റവും ഉണ്ടാവില്ല. മദ്യപിക്കരുത് എന്ന് പറഞ്ഞാൽ മദ്യപിക്കാതിരിക്കണമെങ്കിൽ കള്ളു കുടിക്കരുത് എന്നാണ് എന്നോട് പറഞ്ഞത് എന്നത് കേൾക്കുന്ന ആൾക്ക് തിരിയണം. അള്ളാഹുവിൽ പങ്കു ചേർക്കരുത് എന്ന് പറയുമ്പോൾ അള്ളാഹുവിൽ പങ്കുചേർത്ത ഒരു വ്യക്തി അത് ഒഴിവാക്കി അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന, അവനോട് മാത്രം പ്രാർത്ഥിക്കുന്ന അവസ്ഥ ഉണ്ടാവണമെങ്കിൽ എന്നോട് പറയുന്നത് അള്ളാഹുവിൽ പങ്കുചേർക്കരുത് എന്നാണ് എന്ന് കേൾക്കുന്ന ആൾക്ക് തിരിയണം. അത് പലിശയാകട്ടെ, വേറെ ഏത് തിന്മയാകട്ടെ, എന്താണ് പറയുന്നത് എന്ന് തിരിഞ്ഞിട്ടില്ലെങ്കിൽ വെള്ളിയാഴ്ച ഖുതുബക്ക് പോകുന്ന ഒരാൾക്ക് അതിനു മുമ്പ് എന്തെല്ലാം ദൂഷ്യങ്ങൾ ഉണ്ടായിരുന്നോ ഖുതുബ കേട്ടതിന് ശേഷവും അതേ പ്രവൃത്തി അയാൾ തുടരും. കാരണം ഖുതുബയിൽ പറഞ്ഞ ഭാഷ അദ്ദേഹത്തിന് തിരിയാത്തത് കൊണ്ട്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുതുബ നിശ്ചയിച്ചത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുതുബ നിർവഹിച്ചത് ജനങ്ങളെ ഉത്ബുദ്ധരാക്കാൻ വേണ്ടിയാണ്.